ടാക്സിയിൽ ഹിൽ ഡിസെന്റ് ഒന്നും ഇല്ലല്ലോ. എവന് കുറച്ച് പെട്രോൾ കൊടുത്താലും അങ്ങനെയാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള വഴി കൂടെ പോകാനെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ പിടിച്ചിരുന്നോളെ, നമുക്ക് പതുക്കെ കയറി നോക്കാം. കയറിയില്ലെങ്കിൽ സ്പീഡിൽ പോവാം. Man. വണ്ടികളൊക്കെ മൊത്തം സ്ക്രാച്ച്. വണ്ടി ഓഫാവും. Wait, go. Yes. Good.
ആ സൈഡ് കീപ്പ് ചെയ്യാൻ ഇറങ്ങിയാൽ മതി. ലെഫ്റ്റ് ലെഫ്റ്റ് ഇങ്ങോട്ട് പിടിക്കടാ. വണ്ടി കത്തിച്ചോളാം നമുക്ക്. ഹിൽ ഡിസെന്റ് ഒന്നും ഇല്ലല്ലോ. എല്ലാം നമ്മുടെ കാല് തന്നെ ഹിൽ ഡിസെന്റ്. വഴി എനിക്കറിയാം. നിങ്ങൾ വിട്ടോ, നമ്മളെ വന്നോളാം. ഇത് ലേറ്റ് ആക്കണ്ടല്ലോ. എവിടെ വേണമെങ്കിലും സമയം പോകുള്ളൂ. രാത്രി പോകാൻ നീമൊക്കെ ഞങ്ങൾ അങ്ങനെയും കൊണ്ടുവരാം. എവിടെ വേണമെങ്കിലും സമയം പോകും. ഒരുപാട് കാലം കൊടുക്കണ്ട, ആക്രാന്തം വേണ്ട. കൊടുത്താൽ പോയാൽ ഓമ്പോ വരാതെ ഓട്ടോമാറ്റിക് അല്ലേ. വീടിന്റെ അവിടെ എത്താറായോ?
ഇവിടെ കമാൻഡർ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അങ്ങോട്ടൊക്കെ പോകുമ്പോ ഒരു കമ്പൊക്കെ ഇത് ഉണ്ട്. 2004. നമ്മുടെ കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട് ഇപ്പൊ. ഹായ് പറയട്ടാ. പേടിപ്പിച്ചിട്ടാണ് അപ്പൊ നമ്മള് ചന്ദ്രമണ്ഡലം അതിന്റെ മേലെ കയറിയിട്ട് ഇപ്പൊ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് വണ്ടി പോയി. അതെ, ഫ്രണ്ടിലിപ്പോ ഒരു ജിമ്നി, ബാക്കിൽ ഇനി 2-3 വണ്ടി കൂടെ ഉള്ളു. ബാക്കി എല്ലാവരും പോയി. നമ്മൾ അവസാനമാണ് ഇറങ്ങുന്നത്. വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. ഇടയ്ക്ക് വണ്ടി ഒന്ന് ഹീറ്റായി, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ഡിഫിലൊരു ഗാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിപ്പോയി. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഓക്കെയാണ്, നമ്മളും ഓക്കെയാണ്. ഞാൻ അത്ര ഓക്കെ ഇല്ല, എനിക്ക് വേദനയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ടാണ് ലഞ്ച്. 10 മണിയായി, 3:30 ലഞ്ച് കഴിച്ചിട്ടില്ല. അങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ടൊരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഒന്ന് റോഡ് കാണണം. ചൂട്, വിശപ്പ്, ടാന്, കൈവേദന, കാലുവേദന, മുട്ടുവേദന തുടങ്ങിയ എല്ലാ വേദനകളും, കുലുക്കം, ഇതൊക്കെയാണ് ഓഫ് റോഡിന്റെ അതർ സൈഡ്. ഇപ്പം നമ്മൾ ലെഫ്റ്റ് വഴി കൂടെയാണ് നമ്മൾ നേരത്തെ വന്നത്, പക്ഷേ നമ്മൾ ഇറങ്ങി പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു ശ്രീകുട്ടി ഇന്നത്തെ ഡ്രൈവ്? എങ്ങനെയുണ്ട്? റൈഡൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ നല്ല ക്ഷീണം, നല്ല വിശപ്പുണ്ട്. മണി എത്രയായിട്ട്? 4 പോകുന്നു ഗെയ്സ്. ഒന്നും കഴിച്ചില്ല ഗെയ്സ്. രാവിലെ കഴിച്ചല്ലോ. ഇവന് കുറച്ച് പെട്രോൾ കൊടുത്താലും മതി. അങ്ങനെയാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ മണം അടിച്ചാൽ മതി, അജീവിച്ചോളൂ. നമ്മൾ എങ്ങനെയല്ലല്ലോ, നമ്മൾ സാധാ മനുഷ്യരാണ്. നമ്മളിപ്പോ വന്ന വഴി കൂടെ അല്ല, വേറെ വഴി കൂടെയാണ് ഇറങ്ങുന്നത്. അത് കമ്പാരിറ്റീവ്ലി ഈസി എന്നാണ് ഇവർ പറയുന്നത്. എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യണത് എനിക്കറിയില്ല. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ ഇതാണിപ്പോ നമ്മൾ വന്ന വഴി, അതായിരുന്നു മറ്റേ വഴി. ബാക്കി എല്ലാവരും അതുവഴിയാണ് പോയത്. നമ്മുടെ ഈ വണ്ടിയും ഫ്രണ്ടിലെ ജിമ്നിയും ഇങ്ങോട്ട് എല്ലാവരും ഇപ്പൊ ഈ വഴി തന്നെ പോകാനായിട്ട് ഇങ്ങോട്ട് നിൽക്കുവാണ്, വന്ന വഴി. മറ്റേതാണെങ്കിൽ ആ കോൺക്രീറ്റ് റോഡിൽ ചെന്ന് കയറും. ഒരു സെറ്റ് ഓഫ് വണ്ടികൾ ആദ്യമേ പോയി, അപ്പൊ നമുക്ക് എന്തോ വഴി തെറ്റിയിട്ടുണ്ട് ഗെയ്സ്. അപ്പൊ നമ്മള് തിരിച്ച് കയറുന്നത്, നമ്മൾ തിരിച്ച് ഞാൻ വഴി കൂടെ പോവില്ലേ? അല്ല, തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ അങ്ങ് പോവാണ്. എന്തിന്? തിരിച്ച് ഹോട്ടലിൽ പോണ്ടേ? കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള വഴി കൂടെ പോകാനെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല, അതുണ്ടെന്നേ പറഞ്ഞുള്ളൂ, അങ്ങനെ ഒരു റോഡും കൂടെ. അപ്പൊ എനിവേ ഞാൻ പോകുന്നു. ബൈ ബൈ. നമ്മൾ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഇറങ്ങി നിന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് വീൽ ബേസ് നോക്കി വരണം. ലെഫ്റ്റ് സൈഡ് കുഴിയാണ്. നമുക്ക് വഴിയൊന്നും തെറ്റില്ല, നമ്മൾ വേറെ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും ഒട്ടും മോശമൊന്നുമല്ല ഗെയ്സ്. സൂക്ഷിച്ചിടങ്ങനെ.
അങ്ങനെ നമ്മൾ റോഡെത്തി. റോഡ് കണ്ടു. സന്തോഷമായ ശ്രീകുട്ടി? സന്തോഷായി. അയ്യോ ഇനി എങ്ങനെയെങ്കിലും ഒക്കെ എത്തിക്കോ. ഇന്നത്തെ ഓഫ് റോഡ് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് തിരിച്ചു. ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നും അത്യാവശ്യം നല്ല ഡ്രൈവ് തന്നെയായിരുന്നു. അടുത്ത ദിവസം റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. അവിടെ ജംഗ്ഷനിൽ തന്നെ ഒരു കടയിൽ നിന്ന് നല്ല ഫ്രഷ് ക്യാരറ്റും മേടിച്ചു. കാന്തല്ലൂർ വെളുത്തുള്ളിയും ഫേമസ് ആണെന്നാണ് അറിഞ്ഞത്. അവിടുത്തെ കടയിൽ അത് തൂക്കിയിട്ടേക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. സ്ട്രോബെറി പറിക്കാൻ ആൾ പോയിരിക്കുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതും മേടിച്ചാണ് അവിടെ നിന്ന് വിട്ടത്. നല്ല ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു. നമ്മൾ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ കയ്യിലൊക്കെ അതിൻ്റെ കറയായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഡ്രൈവിൽ തന്നെ നമ്പർ പ്ലേറ്റ് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ അത് കെട്ടിവെച്ചാണ് വീട് വരെ എത്തിയത്. നമ്മളിപ്പോൾ തിരിച്ച് മൂന്നാറിന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ട്രിവാൻഡ്രം. അപ്പോൾ ഇനി മേ ബി ഒരു 6 hours പ്ലസ് എടുക്കും. നമ്മൾ കോൺവോയ് ആയിട്ട് പോകുന്നതുകൊണ്ട് പതുക്കെ എത്തുള്ളൂ. അങ്ങനെ കാന്തല്ലൂരിലെ 2 ദിവസത്തെ യാത്ര പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നും നല്ല ഓർമ്മകളുമായി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക്. ഇന്നു തൊട്ട് അങ്ങോട്ട് അടുത്ത യാത്രയ്ക്കുള്ള കാത്തിരിപ്പാണ്. ഈ ദിവസങ്ങളിൽ വിഷ്വലി നമ്മളോടൊപ്പം യാത്ര ചെയ്ത നിങ്ങൾക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.